കാരണവാനായ ഈശോയെ, ദാനിയേലിനെ സിംഹക്കുടിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ ഇടപെടണമേ നാഥ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പിതാവേ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവുകയുള്ളൂ. വചനത്തിലൂടെ ഈശോ നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വചനമെടുത്ത് ആ വചനം കിട്ടുന്ന വചനം അത് 3, 5, 7 അങ്ങനെ കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അത് ആ നിയോഗങ്ങൾ സമർപ്പിച്ച് ആ വചനം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ജെറമിയ പ്രവാചകൻ്റെ സുവിശേഷം 32-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവ് അരുളി ചെയ്യുന്നു. ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നിയോഗങ്ങൾക്കുള്ള കറക്റ്റായ ഉത്തരമാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ആവശ്യം എന്തു തന്നെ ആയാലും ഈശോ പറഞ്ഞിട്ട് ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നിയോഗങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ എത്ര വലുതായാലും ഈശോയ്ക്ക് ഒരു നിമിഷം മതി അത് സാധിച്ചു തരാൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സാധിച്ചു തന്നു, ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന നാഥ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾക്ക് മറ്റാരുമില്ല ഞങ്ങളോട് സംസാരിക്കുവാൻ, ഒരാശ്വാസവാക്ക് നൽകുവാൻ, വിശ്വസ്തതയായി ഈശോയോട് സംസാരിക്കുവാനും, ഞങ്ങളുടെ നിയോഗങ്ങൾ തുറന്നു പറയാനും, ഞങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാനും ഈശോയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈശോയെ അങ്ങയുടെ കാൽവരി മലയിലെ കുരിശിൻ്റെ ചൂടിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ.